ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ താരം എന്ന് പറയുന്നത് ചതുരപ്പയറാണ് കേട്ടോ. ഈ ചതുരപ്പയറിൽ ഇഷ്ടംപോലെ ന്യൂട്രിയൻസ് ഉണ്ട്. നമുക്കതിലേക്ക് വരാം. ആദ്യം ഈ ചതുരപ്പയർ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇതിൻ്റെ രണ്ട് ഭാഗത്തും ഒരു നാരുണ്ട്, അത് ആദ്യം നമ്മൾ കളയണം കേട്ടോ. പിന്നെ ഈ നാല് ഭാഗത്തും ഇങ്ങനെ ഒരു ചിറക് പോലത്തെ ഒരു ഔട്ട് ഗ്രോത്ത് ഉണ്ട്. ആദ്യത്തെയും ചീത്ത ഭാഗങ്ങളൊക്കെ നമ്മളൊന്ന് കളയണം. എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് നമ്മൾ സാധാരണ പയറിന് അരിയുന്നത് പോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് വേണ്ടത്. ഈ ഒരു വിങ്ഡ് ബീൻസ് എന്ന് പറയുന്നത് ഹൈ പ്രോട്ടീൻ ലെവലുള്ളൊരു ബീൻസാണ്. എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ പ്രോട്ടീൻ ഉണ്ട് അതിൽ. അതുകൊണ്ട് തന്നെ പ്രഗ്നൻറ്റ് ലേഡീസിനും സാധാരണ കുട്ടികൾക്കൊക്കെ ഇഷ്ടംപോലെ കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഫോളിക് ആസിഡ്, B12 ആൻഡ് ബി കോംപ്ലക്സ് ഒക്കെ ഉള്ളത് കാരണം നമുക്ക് അയണും കാൽഷ്യം ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് രക്തം കൂടാനും ഇമ്മ്യൂണിറ്റി കൂടാനും അതുപോലെ നമ്മുടെ ബോൺസിനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ നമ്മുടെ ഐസൈറ്റിന് വളരെ നല്ലതാണെന്ന് ഇത് പ്രത്യേകം പറയുന്നുണ്ട്. അതുപോലെ ബർത്ത് ഡിഫക്റ്റ് എല്ലാം കുറയ്ക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ ക്യാൻസർ പ്രൊട്ടക്റ്റീവ് ആണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇതിലുണ്ട്. അതുപോലെ ഇഷ്ടംപോലെ ഫൈബർ കണ്ടൻറ്റ് കൂടെ ഉള്ളതുകൊണ്ട് ഇത് നമുക്ക് ദഹനത്തിനും ഏറ്റവും നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഏജ് ലെവൽ ആൻറ്റി ഓക്സിഡൻസ് ഒരുപാട് ഉള്ളതുകൊണ്ട് നമ്മുടെ ഏജിങ് വല്ലാണ്ട് കുറയ്ക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരുപാട് ന്യൂട്രിയൻസ് ഉള്ളൊരു പയറാണിത്. ഇതെന്തായാലും നിങ്ങൾക്ക് ലൈഫിൽ ഒരു ടൈമെങ്കിലും നമ്മൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഇത് ചെറുതായിട്ടൊന്ന് നമുക്ക് അരിഞ്ഞെടുക്കാം. ഇങ്ങനെ ചതുരപ്പയർ കുറച്ച് വലിപ്പം കൂടുതലാണെങ്കിൽ രണ്ടായിട്ടൊന്ന് നെടുക ഒന്ന് മുറിച്ച് കൊടുത്തിട്ട് വീണ്ടും ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് വേവാൻ അധികം സമയമൊന്നും എടുക്കില്ല. സാധാരണ പയർ പോലെ തന്നെ പെട്ടെന്ന് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. എനിക്ക് തൊട്ടടുത്ത വീട്ടിൽ എൻ്റെ ഒരു ജോലി ചേച്ചിയാണ് ഫസ്റ്റ് ടൈം എനിക്ക് അവരുടെ വീട്ടിലുണ്ടായിട്ട് തന്നത് കേട്ടോ. ഞാൻ അങ്ങനെയാണ് അത് ആദ്യമായിട്ട് കഴിച്ചു നോക്കിയത്. എനിക്കിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമായി. സാധാരണ പയർ പോലെയല്ല, പിന്നെ കുറച്ചൊരു ടേസ്റ്റിൻ്റെ വ്യത്യാസമുണ്ട്. അത് ആ ഹൈ പ്രോട്ടീൻ ഉള്ളത് കൊണ്ടാണ്. എനിക്ക് ഈ സോയാബീനൊക്കെ കഴിക്കില്ലേ, അതുപോലത്തെ ഒരു ടേസ്റ്റൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. എങ്കിലും എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നമ്മൾ സാധാരണ നാളികേരമൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് വേറെ ലെവലായിരുന്നു. വെറുതെ ഇങ്ങനെ സ്പൂൺ ഇട്ടിട്ട് കഴിക്കാൻ വരെ നമുക്ക് നല്ല ഇഷ്ടമായിട്ട് തോന്നും. അങ്ങനെ നമ്മുടെ പയറ് നല്ലോണം ചെറുതായിട്ട് അരിഞ്ഞു വെച്ച് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഒപ്പം നമുക്ക് കുറച്ച് സവാളയും പച്ചമുളകും കൂടി അരിഞ്ഞു വെക്കാം. എന്നിട്ട് നമുക്ക് കുക്കിങ്ങിലോട്ട് പോവാം. സോ നമ്മുടെ ചതുരപ്പയറിൻ്റെ പ്രിപ്പറേഷൻ നമുക്കിനി നോക്കാം കേട്ടോ. നമ്മുടെ ഹെൽത്ത് ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നമ്മുടെ വീട്ടിലൊരു ചെടിയൊക്കെ വെക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്കത് നമ്മുടെ ഡെയിലി ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യാനും പറ്റും. അതുപോലെ വെജൻ ടൈപ്പ് ഭക്ഷണം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളൊരു കടായിയൊക്കെ വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആദ്യം കടുകൊന്ന് പൊട്ടിച്ചെടുക്കാം. അതിൻ്റെ ഒപ്പത്തിരി ഉഴുന്നുപരിപ്പ് കൂടെ ഇട്ടിട്ട് അതിൻ്റെ ഒപ്പം നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ കുറച്ച് നമ്മുടെ നാളികേരം ചെറുകിയത് കൂടെ ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഈ ചതുരപ്പയർ കഴുകി അരിഞ്ഞു വെച്ചിരിക്കണമെന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ പ്രിപ്പറേഷനൊക്കെ നമ്മുടെ സാധാരണ പയർ പോലെ തന്നെ വളരെ ഈസിയാണ് കേട്ടോ. അത്യാവശ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, ആവശ്യത്തിന് ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നുകൂടെ വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അപ്പം നന്നായിട്ട് വാടിക്കഴിഞ്ഞു. ആവശ്യത്തിന് ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് തുറന്ന് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ വേവിച്ചെടുക്കുക. ഈ വെള്ളം ഒന്ന് വറ്റി ആവിയിൽ കിടന്ന് നന്നായിട്ട് പാകമാവുന്നവരെ നമുക്കിത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ നമ്മുടെ ചതുരപ്പയർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. തോരൻ, ചതുരപ്പയർ തോരൻ അടിപൊളിയാണ്, നല്ല ടേസ്റ്റുമാണ്. അതിനേക്കാൾ കൂടുതൽ നമുക്കിതിൻ്റെ ന്യൂട്രിയൻസിൻ്റെ കാര്യമാണ് പറയാനുള്ളത്. ആർക്കും ഏത് പ്രായത്തിലും ഉപയോഗിക്കാൻ പറ്റുന്നൊരു കിടിലൻ ഡിഷ് എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് കേട്ടപ്പോൾ എനിക്കിത് ഷെയർ ചെയ്യാതിരിക്കാൻ വയ്യാന്ന് തോന്നി. ഏത് പ്രായത്തിലുള്ളവർക്കും പേടിക്കാതെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു അടിപൊളി ഡിഷാണിത്. കാരണം ഇതിൽ ഇഷ്ടംപോലെ ഫൈബർ കണ്ടൻറ്റും ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ ഇഷ്ടംപോലെ ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതുകൊണ്ട് നമ്മുടെ ഏജിങ് ഒക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും.
ചെറുപ്പം ആവണം, അല്ലെങ്കിൽ മുടി നല്ലോണം വളരണം, സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യും. അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് ഇതിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.